എന്റെ പൊന്നിത് എങ്ങോട്ടാണ് എന്ന് ചോദിക്കേണ്ട ഗതികേടിലാണ് നമ്മൾ ഓരോരുത്തരും. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം അദ്ദേഹം ഓരോ തീരുമാനം അല്ലെങ്കിൽ ഓരോ ഉത്തരവിടുമ്പോഴും ഇവിടെ കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും കൂടുകയാണ്. ഗ്രാമിന് 95 രൂപ കൂടി 7905 രൂപയായിട്ടുണ്ട്. ഇപ്പോൾ പവന വില 63,240 രൂപ. പ്രദീപ് ജോസഫ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നു. പ്രദീപ്, ഇപ്പം ഈ 2025 തുടങ്ങിയതിനു ശേഷം തന്നെ 6000-നടുത്ത് രൂപയാണ് പവന് കൂടിയത്. ഇത് എത്ര കാലം ഇങ്ങനെ നിൽക്കും? എത്ര കാലം ഇങ്ങനെ നിൽക്കുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ലാത്ത ചോദ്യം തന്നെയാണ്. കാരണം ഇത്രമാത്രം വിലവർധന സ്വർണ്ണത്തിനുണ്ടാകുമെന്ന് വ്യാപാര മേഖല പോലും പ്രതീക്ഷിച്ചിരുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യത്തിന് ഉത്തരമില്ല എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാന കാര്യം, ഇപ്പോഴത്തെ ഈ ഒരു വിലവർധനവിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ തീരുവ വ്യാപാര യുദ്ധം തന്നെയാണ്. കൂടാതെ മറ്റു ചില തീരുമാനങ്ങളും സ്വർണ്ണത്തെ ഒരു കൂടുതൽ സുരക്ഷിത നിക്ഷേപമായി കാണാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നു. അതാണ് സ്വർണ്ണത്തിന് ഇത്രമാത്രം വില കൂടാൻ കാരണം. അതേസമയം ഡോളറിൻ്റെ വില വലിയ തോതിൽ ഉയരുന്നുണ്ട്. ഡോളറിൻ്റെ വില ഉയരുമ്പോൾ മറ്റ് കറൻസികളുടെ മൂല്യം കുറയുന്നുമുണ്ട്. രൂപയുടെ മൂല്യം തന്നെ ഏറ്റവും കുറഞ്ഞ അവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ സ്വർണ്ണത്തിൻ്റെ വില ഉയരുമ്പോൾ ഏഷ്യൻ വിപണികളിൽ സ്വർണ്ണത്തിൻ്റെ വാങ്ങൽ വലിയ തോതിൽ കുറവ് വന്നിട്ടുണ്ട്. അതേസമയം വരുന്ന കുറച്ച് ദിവസങ്ങൾ കൂടി തന്നെ ഇത്തരത്തിൽ വില ഉയർന്നു നിൽക്കാൻ തന്നെയാണ് സാധ്യത. അതേസമയം നികുതിയും മറ്റ് എല്ലാ പണിക്കൂലിയും ഉൾപ്പെടെ ഏതാണ്ട് ഒരു പവൻ സ്വർണ്ണാഭരണം കേരളത്തിൽ വാങ്ങണമെങ്കിൽ 68,000 രൂപയോളം നൽകേണ്ട അവസ്ഥയാണ് ഇന്നത്തെ വിപണി വില അനുസരിച്ചുള്ളത്. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകുന്നത്. സ്വർണ്ണവില അന്തം വിട്ട് മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് പ്രദീപ് നൽകുന്നത്.